സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ കാച്ചി ശ്രദ്ധേയനാവുകയാണൊരാൾ. ചുമതലയേറ്റയുടനെ പ്രധാന എതിരാളി എം കെ സ്റ്റാലിനെ വീട്ടിലെത്തി കാണുന്നു. നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിനം തന്നെ സുപ്രധാനമായ പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തരുതെന്ന് അണികൾക്ക് നിർദ്ദേശം നൽകുന്നു. സ്വന്തം ജോത്സ്യനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിക്കുന്നു. രാഷ്ട്രീയത്തിലും ഭരണത്തിലും പിച്ചുവെച്ചു തുടങ്ങിയ ജോസഫ് വിജയ് മാസാകുമോ എന്നുള്ളതാണ് ചോദ്യം. വിജയുടെ തുടക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? വിജയുടെ തുടക്കം നമ്മൾ ഈ സിനിമ പരിവേഷമൊക്കെ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളെടുത്ത 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണല്ലോ. ഒന്ന് 717 മദ്യഷാപ്പുകൾ പൂട്ടുക എന്നുള്ളത്. അത് പിന്നെ സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും 500 മീറ്റർ പരിധിയിലുള്ള ഈ ലിക്കർ ഷോപ്സ് പൂട്ടുക എന്നുള്ള സാധനം. അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. അത് കമലഹാസൻ സ്വാഗതം ചെയ്തു, വിശാൽ സ്വാഗതം ചെയ്തു, അതിനൊക്കെ കാണേണ്ടതുണ്ട്. ഒരു പോപ്പുലിസ്റ്റ് മെഷർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീകളെ ആകർഷിക്കുന്ന ഒരു സാധനമാണ്, നല്ല കാര്യമൊക്കെയാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ വരാൻ പോകുന്നത്. ഇപ്പോഴും 3% അവിടെ 3% നിർത്താൻ വേണ്ടി ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പെടാപ്പാട് പെടേണ്ടി വരുന്നതാണ്. നമ്മളിവിടെ പറഞ്ഞ പോലെ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞ പോലെ അവിടെ അതാണ് ഏതാണ്ട് സ്ഥിതി. കാരണം കേന്ദ്രത്തിൽ നിന്നൊക്കെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ വിജയ് തന്നെ പറഞ്ഞു, ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കാൻ പോവാണ്, 10 ലക്ഷം കോടിയുടെ കടമാണ് തമിഴ്നാടിനുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു അതിഭീകരമായ അവസ്ഥ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ഇതിനൊക്കെ എന്ത് വേണ്ടി വരും എന്നുള്ളത്, പ്രത്യേകിച്ച് 4750 കോടിയോ 4750 ഷോപ്പുകളാണുള്ളത്. അതിനകത്ത് 717 15% വരുമാനത്തെ അത് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഏതൊക്കെ തരത്തിൽ അത് തമിഴ്നാടിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥയെ ഇതൊക്കെ ബാധിക്കും എന്നുള്ളത് കൂടി നോക്കിയാൽ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു ലാർജർ വിഷൻ ഇല്ല എങ്കിൽ പെട്ടുപോകും. ഇതൊക്കെ നല്ലതാണ്, ആളുകൾ കേൾക്കുമ്പോൾ നല്ല. പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ഇത് ചെയ്തിരിക്കുന്നു, അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഉണ്ടാക്കിയിരുന്നു, ആൻറ്റി ഡ്രഗ് സ്ക്വാഡിനെ ഉണ്ടാക്കാൻ പോകുന്നു. അതൊക്കെ നല്ല കാര്യമാണ്, പെട്ടെന്ന് ആളുകളെ ആകർഷിക്കും. പക്ഷേ ദീർഘകാലത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തമിഴ്നാട് നേരിടുന്ന വലിയ പ്രശ്നം തൊഴിലിൻ്റെ പ്രശ്നമാണ്. അത് ഫേസ് ചെയ്യേണ്ടതുണ്ട്. അവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നിട്ടുള്ള പദ്ധതികളൊന്നും തന്നെ ഒരു തരത്തിലും അത് തമിഴ്നാടിന് ഗുണം ചെയ്യുന്ന രീതിയിലായിട്ടുമില്ല. അപ്പോൾ അത് നേരിടേണ്ടി വരും. ഇപ്പോൾ പെട്ടെന്ന് കയ്യടി കിട്ടുന്ന തീരുമാനങ്ങൾ മാത്രം എടുത്താൽ മതിയാവില്ല എന്നുള്ളത് തന്നെയാണ്. എന്താ സാജു, വിജയിൽ നിന്ന് മറ്റ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്കൊക്കെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? അല്ല, വിജയ് സിനിമയിൽ മാസാണ്, രാഷ്ട്രീയത്തിലും മാസ് ഐറ്റങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വിജയുടെ ടീം ഒക്കെ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം അതൊരു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ചുറ്റിപ്പറ്റി നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കടന്നു കയറാൻ BJPക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടില്ല. അതൊരു BJPക്ക് വെല്ലുവിളി എപ്പോഴും നൽകുന്ന സംസ്ഥാനങ്ങളിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ വിജയുടെ ടീമിലുള്ള പലരെയും എടുത്തു നോക്കൂ. അവരുടെ മുൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കട്ട മോദി ഫാൻ മുതൽ ഹത്രാസിലെ പെൺകുട്ടിയെ അധിക്ഷേപിച്ച ആൾ വരെയും ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. നിർമ്മൽ കുമാർ നമ്മൾ നോക്കൂ, ശിവകാശിയിലെ MLA ആയ കീർത്തന സമ്പത്ത്, അവർ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിദഗ്ധ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സ്റ്റാലിനും മമതയ്ക്കും ചന്ദ്രബാബു നായിഡുവിനും ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവർ മോദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വിമർശനങ്ങളെ മുമ്പ് എങ്ങനെ നേരിട്ടിട്ടുണ്ട് എന്ന് ചോദിക്കണം. സിലിണ്ടറുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ എന്താ പറഞ്ഞ, അടുപ്പിൽ ഊതി ജീവിതം കളഞ്ഞിരുന്ന സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകിയതും സിലിണ്ടർ യഥേഷ്ടം നൽകിയതും മോദിയാണ്. ഇപ്പോൾ യുദ്ധം വന്നതിനെ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് മോദിയെ ന്യായീകരിക്കുന്ന ഇത് കണ്ടു. അതുപോലെ തന്നെ തമിഴ്നാടിന് കേന്ദ്രവീതം കിട്ടുന്നില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞ സമയത്ത് അത് സ്റ്റാലിൻ്റെ കഴിവുകേടാണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഇനി ഈ നിർമ്മൽ കുമാറിനെ കുറിച്ച് അദ്ദേഹം പഴയ BJPയുടെ IT സെല്ലിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾ എന്നൊക്കെ മനസ്സിലാക്കേണ്ട ആളാണ്. അദ്ദേഹമാണ് ഹത്രാസിലെ പെൺകുട്ടിയെ. ഇങ്ങനെ പോകുമ്പോൾ ഇതെവിടെയാണ് അവസാനം എത്തിച്ചേരുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയ്ക്ക് ഇപ്പോഴുള്ള രീതിയിൽ തന്നെ ഇതിനെ ഒരു BJP വിരുദ്ധ മാനസികാവസ്ഥയിൽ, RSS വിരുദ്ധ മാനസികാവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയുമോ? അതോ YSR കോൺഗ്രസിനെ പണ്ട് BJP ആന്ധ്രയിൽ ഉപയോഗിച്ചിരുന്നു?
നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും രാഷ്ട്രീയമായി എതിർപക്ഷത്തായിരുന്നെങ്കിൽ പോലും പാർലമെന്റിലും മറ്റും ആവശ്യമായ സമയങ്ങളിൽ അവരുടെ പിന്തുണ നേടിയെടുത്ത് കൊണ്ടുപോവുകയും പിന്നീട് ചന്ദ്രബാബു നായിഡുവിനെ ആന്ധ്രയിൽ കൂട്ടുപിടിച്ചുകൊണ്ട് BJP അവരുടെ ലക്ഷ്യം നേടിയെടുക്കുകയും കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇതൊക്കെയാണ് അവസാനം സംഭവിക്കുക. അപ്പം ഇത്തരം അരാഷ്ട്രീയമായ ഘടകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് വിജയും അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പം സത്യപ്രതിജ്ഞയ്ക്ക് ഒരുപക്ഷെ സ്റ്റാലിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ വിജയ് അധികാരമേറ്റ ഉടനെ അദ്ദേഹം ആദ്യം പോകുന്നത് സ്റ്റാലിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തെ കെട്ടിപ്പുണരുകയാണ്, സംസാരിക്കുകയാണ്. അങ്ങനെ സൗഹൃദത്തിന് അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ അത് വളരെ എന്താ പറയുക, പ്രകീർത്തിക്കേണ്ട ഒന്ന് തന്നെയല്ലേ? അല്ല, സംശയമൊന്നുമില്ല. തമിഴ്നാട്ടിൽ അത്തരം പാരമ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ തമ്മിൽ എപ്പോഴും ബദ്ധവരികളെ പോലെ പെരുമാറുകയും കണ്ടാമിണ്ടാത്ത അർദ്ധരാത്രിക്ക് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണല്ലോ മിക്കവാറും. ജയലളിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ കരുണാനിധി MLA ആണെങ്കിലും സഭയിൽ വരികയൊന്നുമില്ല. ആ നിലയ്ക്കുള്ള വൈരം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല ചിത്രങ്ങളാണ്. അപ്പോൾ അത് ചെയ്യാൻ വിജയിക്കുന്ന പ്രോംപ്റ്റ് ഉണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നു. അദ്ദേഹം സ്റ്റാലിനെ പോയി കാണുന്നു, വൈക്കോയൊക്കെ പോയി കാണുന്നു, എല്ലാവരെയും കാണുന്നു. എല്ലാ സീനിയർ ലീഡേഴ്സിൻ്റെയും ആശീർവാദവും സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം, വിജയ് എന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്നതിൽ തമിഴന്മാർ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം സിനിമ സ്റ്റൈലിൽ തമിഴ്നാട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന ഒരു താരം എന്ന നിലയ്ക്ക് കൂടിയാണ് കാണുന്നത്. സാധാരണ പോലല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അഴിമതി സമ്പൂർണ്ണമായും തുടച്ചു നീക്കും, എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ഐ ഓൾറെഡി ആം റിച്ച് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം അഴിമതി കാണിക്കുമെന്നുള്ളതല്ല. തമിഴ്നാട്ടിലൊരു വലിയ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന അഴിമതിയുണ്ടല്ലോ, ഏറ്റവും താഴെ തട്ടിൽ 100 രൂപ ലഞ്ചം വാങ്ങിക്കുന്ന പോലീസുകാരൻ മുതലുള്ള അഴിമതി, അത് ഇല്ലാതാക്കുന്നതാണ് തമിഴന്മാരുടെ പ്രതീക്ഷ. അത് സിനിമ സ്റ്റൈലിൽ അവസാനിപ്പിക്കണം. ഇന്ത്യയിൽ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെ കൊണ്ടും കഴിയാത്ത കാര്യമാണ് ഇന്ത്യയിലെ സിസ്റ്റത്തിനകത്ത് അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത്. അത് അദ്ദേഹം ഒരു സിനിമയുടെ 2.5 മണിക്കൂർ ക്ലൈമാക്സിൻ്റെ സമയത്ത് അവസാനിപ്പിക്കുന്നതാണ് സിനിമയെ കണ്ടുള്ളത്. ഇവിടെ പറ്റും അദ്ദേഹത്തെ കൊണ്ട്. ഇപ്പം ഇന്നത്തെ അപ്ഡേറ്റ് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഉപദേശകനായ ജോത്സ്യനെ അദ്ദേഹത്തിന്റെ CM ഓഫീസിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി സർക്കാർ ഉത്തരവ് പ്രകാരം നിയമിച്ചിരിക്കുന്നു. അതാണ് വിജയ് ഇന്ന് ചെയ്ത കാര്യം. വിജയ് ഇന്നലെ പ്രസംഗിച്ചെന്താണ്? വിജയ് തപ്പു പണ്ണ മാട്ടേൻ, തപ്പ് ചെയ്തത് ആരായാലും അവരെ ഞാൻ വിടമാട്ടെ എന്ന് പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജോത്സ്യൻ, അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നയാൾ, അദ്ദേഹം വിജയിക്കുമെന്ന് പ്രവചിച്ചയാൾ, അദ്ദേഹത്തെ റിവാർഡ് ചെയ്യാണ്. എന്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഓഫീസറോട് സ്പെഷ്യൽ ഡ്യൂട്ടി നിയമിക്കുക? അത് തപ്പല്ലേ? അപ്പോൾ ഈ തപ്പ് എന്ന് പറയുന്ന സംഗതി, അതാണ് ഞാൻ പറഞ്ഞത്, PR ഏജൻസി എഴുതി കൊടുക്കുന്ന പ്രസംഗം പോലെ ഭരിക്ക മുടിയെ നടക്കുന്ന കാര്യമല്ല അത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ആദ്യം മുതൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ സാജു പറഞ്ഞ പോലെ അത് ടീമിൽ ആരൊക്കെയാണ് ഉള്ളത്? അഴിമതിക്കാരെ വെച്ച് പൊറപ്പിക്കില്ല. ഇപ്പോൾ സെങ്കോട്ടയ്യന് വളരെ സീനിയർ ആയിട്ടുള്ള ADMK നേതാവാണ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ട്. സെങ്കോട്ടയ്യൻ്റെ ചരിത്രം എന്താണ്? അദ്ദേഹം അഴിമതി കേസിൽ പെട്ടിട്ടില്ലേ? അഴിമതി കേസിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിലക്ക് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇവരെ പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് തമിഴ് ദേശീയത, ഹിന്ദിക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞവരല്ലേ. എന്നിട്ട് ആ 29 വയസ്സുള്ള എന്താ പെൺകുട്ടിയുണ്ടല്ലോ, സമ്പത്താണ് മന്ത്രി, കീർത്തന സമ്പത്ത്, അവർ 5 ഭാഷ സംസാരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ആ ഭാഷയിൽ സംസാരിച്ച് ദേശീയതയുമായി ചേർന്ന് പോകണം എന്ന അഭിപ്രായമുള്ള ആളാണ് കീർത്തന സമ്പത്ത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി തന്നെ ശൂന്യതയുടെ പ്രശ്നം അതിർത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വിജയ് നേരിടാൻ പോകുന്ന പ്രശ്നം ഇതായിരിക്കും. ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ഇത് നടക്കുമ്പോൾ, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഗവർണർ പറഞ്ഞു, തമിഴ് തായ്വാഴ്ത്തിന് മുമ്പ് ഏത് പാടണം? ദേശീയ ഗാനമല്ല, ദേശീയ ഗീതം പാടണം എന്ന് പറഞ്ഞു. വന്ദേ മാതരം. അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റിയില്ലല്ലോ. അത് പാടിക്കഴിഞ്ഞിട്ട് ദേശീയ ഗാനം പാടി. അത് കഴിഞ്ഞാണ് തമിഴ് തായ്വാഴ്ത്ത് പാടിയത്. സ്റ്റാലിൻ എല്ലാ സർക്കാർ പരിപാടികളിലും കാരണം വിമർശിച്ചു. CPI അടക്കമുള്ള കക്ഷികൾ വിമർശിച്ചു. സ്റ്റാലിനാണെങ്കിൽ തമിഴ് തായ്വാഴ്ത്ത് പാടണം എന്നൊരു പൊസിഷൻ എടുത്തേനെ. ഞാൻ പറഞ്ഞത് വിജയിയുടെ പ്രശ്നം, അതായത് കേന്ദ്ര സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് വിജയിയെ എന്ത് ചെയ്യാൻ പോവാ? ഖജനാവ് കാലിയാണ്. ഖജനാവ് കാലിയുടെ പേരിൽ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ കേന്ദ്ര സർക്കാർ ചെലുത്തുന്ന സമ്മർദ്ദത്തോട് പിടിച്ചു നിൽക്കുക എന്നതായിരിക്കും വിജയ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കണമെന്ന് രാഷ്ട്രീയമായ ഊക്ക് വേണം, അതിന് പിൻബലം വേണം. അത് അദ്ദേഹം എന്തുമാത്രമാണെന്നുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹം നേരിടാൻ പോകുന്നത്. നോക്കൂ, ഈ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കർണാടക, ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രത്യേകത അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും വളരെ കർക്കശമായ പൊസിഷൻ എടുക്കുന്നു എന്നാണ് അതിൻ്റെ ചിത്രം. അതെടുക്കാൻ ഈ പറയുന്ന വിജയ്ക്ക് എന്തുമാത്രം രാഷ്ട്രീയമായ പിൻബലമുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇപ്പോൾ തന്നെ ജോൺസനെയൊക്കെ നിയമിച്ചിട്ടാണ് പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തമിഴന്മാരുടെ എസ്പിറേഷൻസ് ആൻഡ് ലക്ഷ്യങ്ങൾ, അവരുടെ മോഹങ്ങൾ, സിനിമാറ്റിക് അദ്ദേഹത്തിൻ്റെ അഴിമതിയെ ഇറേസ് ചെയ്യുന്ന പരിപാടി, അതൊക്കെ നടക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. വിജയ് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ ആരൊക്കെ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അദ്ദേഹത്തെ ആരൊക്കെ ഉപദേശിച്ച് വഷളാക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ച് മാസാക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.